ഹലോ, ഇന്നിപ്പോൾ നമുക്ക് ഗ്രേറ്റിങ്ങിനെ പറ്റി പഠിക്കാം. ഗ്രേറ്റിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തിയറി നമ്മൾ ഓൾറെഡി പഠിച്ചു. യഥാർത്ഥത്തിൽ എൻ സ്ലിറ്റ് ഡൈഫ്രാക്ഷൻ പാറ്റേൺ, എൻ സ്ലിറ്റുകളെ തിയറി നമ്മൾ പഠിച്ചാണ്. അതേ തിയറി തന്നെയാണ് നമ്മൾ ഗ്രേറ്റിങ്ങിൽ യൂസ് ചെയ്യുന്നത്. ബിക്കോസ് ഗ്രേറ്റിംഗ് ഈസ് ആക്ച്വലി ദ സെയിം അറേഞ്ച്മെൻറ്റ് ഓഫ് എൻ നമ്പർ ഓഫ് സ്ലിറ്റ്സ്. ഓക്കെ, അപ്പം ഇറ്റ് ഈസ് ആക്ച്വലി എൻ അറേഞ്ച്മെൻറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് ലാർജ് നമ്പർ ഓഫ് പാരലൽ സ്ലിറ്റ്സ് അല്ലേ. ഇതുപോലുള്ള ഒരുപാട് പാരലൽ സ്ലിറ്റുകൾ ഒന്ന് മറ്റൊന്നിൽ നിന്നും സെപ്പറേറ്റ് ചെയ്ത് ഒരു ഒപ്പാക് ഡിസ്റ്റൻസിൽ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് ഒരുപാട് സ്ലിറ്റുകളുള്ള സാധനത്തിനെ നമ്മൾ ഗ്രേറ്റിംഗ് എന്ന് പറയും. അതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ ഒരു ഗ്ലാസ് പ്ലേറ്റ്, അപ്പോൾ ആ ഗ്ലാസ് പ്ലേറ്റ് മുഴുവനായിട്ടും എന്ത് ചെയ്യുന്നതാണ്, ലൈറ്റിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഡയമണ്ട് കൊണ്ട് പാരലലായിട്ട് ഇങ്ങനെ ഓരോ ഗ്രൂവിങ്സ് ഉണ്ടാക്കുക. ഓക്കെ, ലൈൻസ് വരയ്ക്കുക, റൂളിങ്സ് വരയ്ക്കുക. അപ്പോൾ എന്താ ഉണ്ടാവുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ റൂളിംഗ് ഉള്ള സ്ഥലത്തൊക്കെ ഒപ്പാക്ക് ആയിട്ട് ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവും. സോ യു ഗോട്ട് ആൾട്ടർനേറ്റ് ആയിട്ടുള്ള ഒരുപാട് സ്ലിറ്റുകൾ കിട്ടും അല്ലേ, അല്ലെങ്കിൽ അഡ്ജസൻ്റ് ആയ ഒരുപാട് സ്ലിറ്റുകൾ കിട്ടും. ഇപ്പോൾ ഇത് കൂടെ ലൈറ്റ് പാസ് ചെയ്യും, ഇത് കൂടെ ലൈറ്റ് പാസ് ചെയ്യും, ഇത് കൂടെ ലൈറ്റ് പാസ് ചെയ്യും. ഓക്കെ, അപ്പം ആ ഡാർക്ക് ലൈൻ വരച്ച സ്ഥലത്ത് മാത്രം ലൈറ്റ് പാസ് ചെയ്യില്ല. സോ ഇറ്റ് ഈസ് എസെൻഷ്യലി എൻസ്ലിറ്റ് ഡൈഫ്രാക്ഷൻ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, വിച്ച് ഈസ് പറ്റി ഒബ്വിയസ്. ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. സെൻട്രൽ മാക്സിമത്തിലാണ് ബ്രൈറ്റസ്റ്റ് ഉണ്ടാവുക. ബിക്കോസ് എങ്ങനെയായിരുന്നു ഡൈഫ്രാക്ഷൻ പാറ്റേൺ വരിക എന്ന് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. ഓക്കെ, ദിസ് ഈസ് സെൻട്രൽ മാക്സിമ, പിന്നെ ചെറിയ ചെറിയ പാറ്റേൺ, പിന്നെ പ്രിൻസിപ്പൽ മാക്സിമാസ് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു പോകും. ശരിയല്ലേ? ഇതിൻ്റെ ഉള്ളിൽ സെക്കൻഡറി മാക്സിമാസ് ഉണ്ടാവും, ഇങ്ങനെ കുറഞ്ഞു 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 പോകും. ശരിയല്ലേ? അപ്പോൾ ഇതിൽ നിങ്ങളുടെ സെൻട്രൽ സ്ലിറ്റാണ് അല്ലെങ്കിൽ സെൻട്രൽ മാക്സിമം ആണ് ബ്രൈറ്റസ്റ്റ് ഉണ്ടാവുക. ബിക്കോസ് എൻ കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഈ സെക്കൻഡറി മാക്സിമാസ് ഒക്കെ കാണാതെയാവും. ഓക്കെ, സോ ദിസ് ഈസ് എസെൻഷ്യലി ഫ്ലാറ്റ് ഇൻ ദ കേസ് ഓഫ് ഗ്രേറ്റിംഗ്. ഓക്കെ, ഓക്കെ. പിന്നെന്താ, ഓർഡർ ഓഫ് ദ സ്പെക്ട്ര ഈസ് അതർ ഓർഡർ. അതായത് ഗ്രേറ്റിങ്ങിൻ്റെ കേസിലാവുമ്പം ഈ ഒരു സെൻട്രൽ മാക്സിമം മാത്രമേ കൃത്യമായിട്ടുണ്ടാവൂ, നല്ല ലൈറ്റിലുണ്ടാവും. ബാക്കിയൊക്കെ വളരെ വളരെ ലെസ് ഇൻറ്റൻസിറ്റിയിലാവും കാണുക. ഓക്കെ, അപ്പം ആസ് ഓർഡർ ഗോസ് ഇൻക്രീസസ്, ദ ഇൻറ്റൻസിറ്റി ഗോസ് ഡിക്രീസസ് അല്ലേ. ഇൻറ്റൻസിറ്റി ഗോസ് ഓൺ ഡിക്രീസിങ് ആസ് ദ ഓർഡർ ഡിക്രീസസ്. പിന്നെ സ്പെക്ട്രം ഈസ് സിമെട്രിക് ആണ്. അപ്പം ഇവിടുന്ന് റൈറ്റിലോട്ട് എങ്ങനെയാണോ ഉണ്ടാവുക അതുപോലെ തന്നെയാണ് നമുക്ക് ലെഫ്റ്റിലോട്ടും ഉണ്ടാവുക. ഓക്കെ, അറൗണ്ട് ദ സെൻട്രൽ മാട്രിക്സ്. പിന്നെ വൈറ്റ് ലൈറ്റ് ആണ് യൂസ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ദ സ്പെക്ട്രൽ ലൈൻസ് ഓൺ ദ ഐദർ സൈഡ് ഓഫ് ദ സെൻട്രൽ മാക്സിമംസ് ആർ കളേർഡ്. അപ്പോൾ ഇപ്പുറത്തും ഇപ്പുറത്തുമുള്ള സ്പെക്ട്രൽ ലൈൻസ് ഒക്കെ കളേർഡ് ആവും. ഓക്കെ, അപ്പോൾ ആ കളേർഡ് എന്ന് പറയുമ്പം അത് വയലറ്റ് ടു റെഡ് ഉണ്ടാവും. നിങ്ങൾക്ക് ഗ്രേറ്റിങ്ങിൻ്റെ നിങ്ങൾ കണ്ടതാണ് എങ്ങനെയാണ് സ്പെക്ട്രം വരിക എന്നുള്ളത്, അപ്പോൾ കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, പിന്നെ സ്പെക്ട്രൽ ലൈൻസ് ആർ ഷാർപ്പ് ആൻഡ് സ്ട്രെയിറ്റ്. പിന്നെ ഡിസ്പേഴ്സീവ് പവർ ഇൻക്രീസസ് ആസ് ദ ഓർഡർ ഓഫ് സ്പെക്ട്രം ഇൻക്രീസസ്. ഓക്കെ, അപ്പോൾ ഡിസ്പേഴ്സീവ് പവർ എന്താണെന്ന് നമ്മൾ പറയണം. അത് നമ്മൾ പറഞ്ഞിട്ടില്ല, അത് അടുത്ത ഭാഗത്ത് വിശദീകരിക്കുന്നതാണ്. നമുക്ക് മാക്സിമം നമ്പർ ഓഫ് ഓർഡേഴ്സ് ഓഫ് സ്പെക്ട്രം ഓഫ് ഡൈഫ്രാക്ഷൻ. അപ്പോൾ ഗ്രേറ്റിംഗിൽ മാക്സിമം എത്ര നമ്പർ കിട്ടും എന്നുള്ളത് നോക്കാം. അപ്പം സാധാരണഗതിയിൽ നമ്മൾ എൻ സ്ലിറ്റ് ഡൈഫ്രാക്ഷൻ പാറ്റേണിലുള്ള പ്രിൻസിപ്പൽ മാക്സിമയുടെ ഇക്വേഷൻ ആണ് ബി പ്ലസ് സി സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു എൻ ലാംഡ എന്നാണ് അല്ലേ. ബി പ്ലസ് സി സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു എൻ ലാംഡ. അപ്പോൾ അതിൽ നിന്ന് എൻ കാണാം, എൻ ഈസ് ബി പ്ലസ് സി, വേർ ബി പ്ലസ് സി ഈസ് ദ ഗ്രേറ്റിംഗ് എലമെന്റ് സൈൻ തീറ്റ ബൈ ലാംഡ. ശരിയല്ലേ? അപ്പം ഈ കേസിൽ സൈൻ തീറ്റ ഏറ്റവും മാക്സിമം വരും എപ്പോഴാണ്, വെൻ തീറ്റ ബിക്കംസ് പൈ ബൈ 2. ഓക്കെ, സോ എൻ മാക്സിമം ഈസ് ബി പ്ലസ് സി ബൈ ലാംഡ. ശരിയല്ലേ? അപ്പം ഇത് കിട്ടുന്ന ലോവസ്റ്റ് ഇൻറ്റിജർ അല്ലെങ്കിൽ നിയറസ്റ്റ് ലോവർ ഇൻറ്റിജർ ആണ് എൻ മാക്സിമം എന്ന് പറയുന്നത്. ഓക്കെ, അതല്ലെങ്കിൽ ബി പ്ലസ് സി എന്നുള്ള ഗ്രേറ്റിംഗ് എലമെന്റിന്റെ കണ്ടീഷൻ 2 ലാംഡയിലും കുറവാണെങ്കിൽ നമുക്ക് ആകെ കിട്ടുക എന്താണ്, ഫസ്റ്റ് ഓർഡർ മാക്സിമയാവും. കാരണം 2 ലാംഡയിലും കുറവാണ്. ഓക്കെ, അപ്പോൾ ബി പ്ലസ് സി 2 ലാംഡയിലും കുറവാവുക എന്നുള്ളത് മാത്രം നമ്മൾ നോക്കിയാൽ നമുക്ക്
ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സെൻട്രൽ മാക്സിമം മാത്രം കിട്ടും. ശരിയല്ലേ? ബി പ്ലസ് സി എന്ന് വെച്ചാൽ എന്താ? ഇപ്പം ഇത് സ്ലിറ്റ്, ഇത് അടുത്ത സ്ലിറ്റ്. ഓക്കെ, അപ്പോൾ ബി പ്ലസ് സി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ദിസ് ഈസ് ബി ആൻഡ് ദിസ് ഈസ് സി. ഓക്കെ, ദിസ് ഈസ് സി ആൻഡ് ദിസ് ഈസ് ബി. അപ്പോൾ ബി പ്ലസ് സി എന്ന് പറയുന്നത് 2 ലാംഡയിലും കുറവാണെങ്കിൽ സെൻട്രൽ മാക്സിമം മാത്രമേ കിട്ടൂ. ഓക്കെ, പിന്നെ സാധാരണഗതിയിൽ നമ്മൾ കാണുന്ന മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചറാണ് ഓവർലാപ്പിംഗ് ഓഫ് സ്പെക്ട്രൽ ലൈൻസ് ഇൻ ഗ്രേറ്റിംഗ്. അപ്പം സാധാരണഗതിയിൽ സ്പെക്ട്രത്തിൽ ലാർജ് നമ്പർ ഓഫ് വേവ് ലെങ്ത്സ് ഉണ്ടാവും അല്ലേ? അപ്പോൾ സ്പെക്ട്രൽ ലൈൻ ഓഫ് ലോങ്ങർ വേവ് ലെങ്ത് ഓഫ് സം അതർ ഓർഡർ can overlap with shorter wavelength of some other order. ഓക്കെ, അപ്പം ഒന്നാമത്തെ ഓർഡറിൻ്റെ അല്ലെങ്കിൽ രണ്ടാമത്തെ ഓർഡറിൻ്റെ ലോങ്ങർ വേവ് ലെങ്ത്തും ഓക്കെ അഞ്ചാമത്തെ ഓർഡറിൻ്റെ ഷോർട്ടർ വേവ് ലെങ്ത്തും തമ്മിൽ ഇൻ്റർഫിയർ ചെയ്യാം അല്ലെങ്കിൽ ഓവർലാപ്പ് ചെയ്യാം. ഇതിനാണ് ഓവർലാപ്പിംഗ് ഓഫ് സ്പെക്ട്രൽ ലൈൻസ് എന്ന് പറയുന്നത്. ഇത് ഗ്രേറ്റിങ്ങിൻ്റെ ഒരു പ്രത്യേകതയാണ് അല്ലെങ്കിൽ ഒരു പ്രോബ്ലമാണ്. പിന്നെ ഉള്ളത് ഡിസ്പേഴ്സീവ് പവറും റിസോൾവിംഗ് പവറുമാണ്. അപ്പം ഡിസ്പേഴ്സീവ് പവർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ആംഗുലാർ സെപ്പറേഷൻ ബിറ്റ്വീൻ സ്പെക്ട്രൽ ലൈൻസ് പെർ യൂണിറ്റ് വേവ് ലെങ്ത് ഇൻ്റർവെൽ. ഓക്കെ, അപ്പോൾ നമ്മളെ കയ്യിൽ ഇതാണ് നമ്മളുടെ സ്ലിറ്റ് എന്ന് വിചാരിക്കാം. എൻ സ്ലിറ്റ് പാറ്റേൺ അല്ലെങ്കിൽ ഗ്രൈറ്റിംഗ് എന്ന് പറയാം. ഇതാണ് എൻ്റെ സ്ക്രീന്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ യെല്ലോ വേവ് ലെങ്ത്തിൽ ഒരു സാധനം നോക്കി. So I will get a pattern like this, right? I will get a pattern like this. പിന്നെ അതങ്ങനെ പോയി ഇതെൻ്റെ ഫസ്റ്റ് മാക്സിമ, ശരിയല്ലേ? മാക്സിമ ഫസ്റ്റ് ഓർഡർ. അപ്പോൾ ഇവിടുന്ന് വരുന്ന ലൈറ്റിന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു സോ ഈ ആംഗിളാണ്, ഈ ആംഗിള് തീറ്റ എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പം നമ്മളുടെ ഇക്വേഷൻ എന്താ? ബി പ്ലസ് സി സൈൻ തീറ്റ ഈക്വൽ ടു എൻ ലാംഡ. ഓക്കെ, അപ്പം വന്നത് മഞ്ഞ ലൈറ്റാണ്, ലാംഡ കോൺസ്റ്റന്റ് ആണ്. ബി പ്ലസ് സി എന്ന് പറയുന്നത് നമ്മുടെ ഗ്രേറ്റിങ്ങിൻ്റെ എലമെൻ്റ് ആണ്, അതും കോൺസ്റ്റന്റ് ആണ്, ശരിയല്ലേ? അപ്പം ഇനി നമ്മൾ പറയാണ് യെല്ലോന് പകരം ഞാൻ ഉപയോഗിക്കുന്നത് റെഡ് ലൈറ്റാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പം റെഡ് ലൈറ്റ് ആണെന്ന് വിചാരിക്കുക. റെഡ് ലൈറ്റിൻ്റെ ദിസ് ഈസ് ദ സെൻട്രൽ മാക്സിമ. സ്വാഭാവികമായും ഇതിൻ്റെ മാക്സിമ എന്ന് പറയുന്നത്, പ്രിൻസിപ്പൽ മാക്സിമ എന്ന് പറയുന്നത് വേറെ തീറ്റ ആംഗിളിലാവും അല്ലേ? ഇതിൻ്റെ പ്രിൻസിപ്പൽ മാക്സിമ എന്ന് പറയുന്നത് വേറെ തീറ്റ ആംഗിളിലാവും. സോ തീറ്റ പ്ലസ് തീറ്റ ഡി തീറ്റയിലാവും നമുക്ക് റെഡിൻ്റെ കിട്ടുക. കാരണം എന്താ? ബി പ്ലസ് സി കോൺസ്റ്റന്റ് ആണ്, എൻ ഫസ്റ്റ് ഓർഡർ ആണെങ്കിൽ കോൺസ്റ്റന്റ് ആണ്. സോ തീറ്റ മാറിയിട്ടുണ്ടെങ്കിൽ തീറ്റ എന്ന് പറയുന്നത് തീറ്റ പ്ലസ് ഡി തീറ്റ ആകുമ്പം ലാംഡ എന്ന് പറയുന്നത് ലാംഡ പ്ലസ് ഡി ലാംഡ ആവും, ശരിയല്ലേ? അപ്പം വേറെ വേറെ കളർ ഉപയോഗിക്കുമ്പോൾ എന്താവും? നമുക്ക് പ്രിൻസിപ്പൽ മാക്സിമയുടെ ആംഗിള് വേറെ വേറെ ആയി മാറും, ശരിയല്ലേ? അപ്പോൾ ഡിസ്പേഴ്സീവ് പവർ എന്ന് പറയുന്നത് ഈ ആംഗിൾ എത്ര മാറുന്നു വിത്ത് റെസ്പെക്ട് ടു യൂണിറ്റ് ചേഞ്ച് ഇൻ വേവ് ലെങ്ത് ആണ്, ശരിയല്ലേ? സോ ഡിസ്പേഴ്സീവ് പവർ ഓഫ് എ ഗ്രേറ്റിംഗ് ഈസ് ദ ആംഗുലാർ സെപ്പറേഷൻ ഓഫ് സ്പെക്ട്രൽ ലൈൻസ് പെർ യൂണിറ്റ് വേവ് ലെങ്ത് ഇന്റർവെൽ, ശരിയല്ലേ? സോ ഡിസ്പേഴ്സീവ് പവർ ഈസ് ഈക്വൽ ടു ഡി തീറ്റ ബൈ ഡി ലാംഡ. ഓക്കെ, അപ്പം എത്ര ഇപ്പം ലാംഡ ഡി ലാംഡ ആയി ചേഞ്ച് ചെയ്യുമ്പം തീറ്റ ഡി തീറ്റ ആയിട്ട് ചേഞ്ച് ചെയ്യും എന്നുള്ളതാണ് പറഞ്ഞു വന്നത്. ഓക്കെ, സോ ഫോർ നമ്മളുടെ കണ്ടീഷൻ ഫോർ മാക്സിമ എന്ന് പറഞ്ഞാൽ ബി പ്ലസ് സി സൈൻ തീറ്റ ഇസിക്വൽ ടു എൻ ലാംഡ ആണ്. അപ്പം എനിക്ക് തീറ്റ കിട്ടണം, ശരിയല്ലേ? അപ്പം അതിന് വേണ്ടി ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്തു. ബി പ്ലസ് സി സൈൻ തീറ്റനെ കോസ് തീറ്റ ഡി തീറ്റ ഇസിക്വൽ ടു എൻ ഡി ലാംഡ അല്ലേ? അപ്പം തീറ്റ മാറുന്നതനുസരിച്ച് ലാംഡയും മാറും. ഇതിന്ന് ഞാൻ ഡി തീറ്റ ബൈ ഡി ലാംഡ കണ്ടുപിടിക്കാം, വിച്ച് ഈസ് ഈക്വൽ ടു എൻ ബൈ ബി പ്ലസ് സി കോസ് തീറ്റ. ഓക്കെ, അപ്പോൾ ഇതാണ് ഡിസ്പേഴ്സീവ് പവർ ഓഫ് ഗ്രേറ്റിംഗ് എന്ന് പറയുന്നത്, വിച്ച് ഈസ് പ്രൊപ്പോർഷണൽ ടു എൻ അല്ലേ, ഓർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1 പ്ലസ്
ബി പ്ലസ് സി വിച്ച് ഈസ് എ ഗ്രേറ്റിംഗ് എലമെന്റ്. ഓക്കെ, അപ്പം ഡിസ്പേർഷൻ കൂടണമെങ്കിൽ എന്തുണ്ടാവണം? ബി പ്ലസ് സി കുറയണം. ശരിയല്ലേ? ഡിസ്പേഴ്സീവ് പവർ കൂടണമെങ്കിൽ ബി പ്ലസ് സി കുറയണം. ശരിയല്ലേ? അപ്പോൾ സ്പേസിങ് ബിറ്റ്വീൻ ദ സ്ലിറ്റ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഡിസ്പേഴ്സീവ് പവർ കൂടും. അപ്പോൾ ഡിസ്പേർഷൻ എന്ന് വെച്ചാൽ എന്താ? നമ്മളുടെ ലൈറ്റിനെ വ്യത്യസ്ത കളറാക്കി മാറ്റാനുള്ള കഴിവാണ് ഡിസ്പേർഷൻ. ഓക്കെ, അപ്പോൾ ആ ഡിസ്പേഴ്സീവ് പവർ കൂടും എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെൻ സ്ലിറ്റിൻ്റെ വിഡ്ത്തും അതുപോലെ സ്പേസിങ്ങും കുറയുമ്പോഴാണ്. ഓക്കെ, റിസോൾവിംഗ് പവർ ആണ്. ഇത് നിങ്ങൾ ഒരുപാട് ചെറിയ ക്ലാസ് മുതൽ പഠിച്ചു വരികയാണ്. ഇറ്റ് ഈസ് ആക്ച്വലി ദ പവർ ഓഫ് ഡിസ്റ്റിങ്വിഷിംഗ് ടു നിയർ ബൈ സ്പെക്ട്രൽ ലൈൻസ് അല്ലേ? അപ്പം ഒരു സ്പെക്ട്രൽ ലൈൻ ഇവിടെ ഉണ്ട്, അടുത്ത സ്പെക്ട്രൽ ലൈൻ ഇവിടെ ഉണ്ട് എന്ന് വിചാരിക്കാം. അപ്പോൾ ഇതിനെ രണ്ടിനെയും വ്യക്തമായിട്ട് ഡിസ്റ്റിങ്വിഷ് ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ റിസോൾവിംഗ് പവർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ എന്താ ഉണ്ടാവുക വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ലൈൻസും ഓവർലാപ്പ് ആവും. അപ്പോൾ നമുക്ക് രണ്ട് ലൈൻസിനും വ്യക്തമായി കാണാൻ കഴിയില്ല. റിസോൾവിംഗ് പവർ കൂടുതലുള്ള ഗ്രേറ്റിംഗ് ആണെങ്കിൽ ഒബ്വിയസ്ലി ഈ രണ്ട് ലൈൻസിനെ നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും. ഓക്കെ, സോ ഇറ്റ് ഈസ് ദ പവർ ഓഫ് ഡിസ്റ്റിങ്വിഷിംഗ് ടു നിയർ ബൈ സ്പെക്ട്രൽ ലൈൻസ്. അപ്പോൾ ഇതിനെ മാത്തമാറ്റിക്കൽ എങ്ങനെ ഡിഫൈൻ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് വേവ് ലെങ്ത് ലാംഡ ഓഫ് എ സ്പെക്ട്രൽ ലൈൻ to the difference in the wavelength del lambda between this line and the nearby line. Okay, so resolving power എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാംഡ ഡിവൈഡ് ബൈ ഡെൽ ലാംഡ ആണ്, ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു എൻ ഇൻറ്റു ക്യാപിറ്റൽ എൻ. ഓക്കെ, അപ്പോൾ എൻ എന്ന് പറയുന്നത് ഓർഡർ ആണ്, ക്യാപിറ്റൽ എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ലൈൻസ് പെർ മീറ്റർ ആണ്. ഓക്കെ, for resolving power, so this is n is equal to number of lines അല്ലേ? ഗ്രേറ്റിങ്ങിന് എത്ര ലൈൻസ് ഉണ്ട് പെർ മീറ്റർ ആണ്. അപ്പോൾ അതാണ് റിസോൾവിംഗ് പവർ. റിസോൾവിംഗ് പവർ ഈസ് ആക്ച്വലി ദ പവർ ടു ഡിസ്റ്റിങ്വിഷ് ടു നിയർ ബൈ സ്പെക്ട്രൽ ലൈൻസ്. അതിനെ നമ്മൾ ലാംഡ ബൈ ഡെൽ ലാംഡ. ശരിയല്ലേ? അപ്പം ഈ വേവ് ലെങ്ത് ലാംഡ ആണെങ്കിൽ ഇതിൻ്റെ ലാംഡ പ്ലസ് ഡെൽ ലാംഡ ആണ്. സോ റിസോൾവിംഗ് പവർ വെച്ചാൽ ലാംഡ ബൈ ഈ ഡെൽ ലാംഡ ആണ്. ഓക്കെ, അപ്പോൾ അതാണ് റിസോൾവിംഗ് പവർ. ഇതുപോലെ ഗ്രേറ്റിംഗ് വഴി നമുക്ക് വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് കണ്ടുപിടിക്കാം. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് പ്രോബ്ലം ആ ടെക്സ്റ്റിൻ്റെ ബാക്കിൽ ഒരുപാടുണ്ട്, ഞാൻ തന്ന ഗൈഡിൻ്റെ, അത് നിങ്ങൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ ബി പ്ലസ് സി സൈൻ തീറ്റ ഈക്വൽ ടു എൻ ലാംഡയാണ് എന്ത് നമ്മളുടെ മാക്സിമയുടെ ഇക്വേഷൻ. ശരിയല്ലേ? ഇനി നമ്മളെ കയ്യിൽ എൻ റൂളിങ്സ് പെർ മീറ്റർ ഉണ്ട് എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പം എൻ ഡാഷ് റൂളിങ്സ് പെർ മീറ്റർ ഉണ്ട് എന്ന് വിചാരിക്കാം. സോ എൻ ഡാഷ് ഈസ് ഈക്വൽ ടു 1/b പ്ലസ് സി ആവും. ഓക്കെ, അപ്പം എൻ ഡാഷ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് റൂളിങ്സ് പെർ അല്ലേ? അപ്പം 1 മീറ്ററിൽ എത്ര റൂളിങ്സ് ഉണ്ട് എന്നുള്ളത് ഡിവൈഡ് ബൈ ബി പ്ലസ് സി ചെയ്താൽ മതി, ഗ്രേറ്റിംഗ് എലമെന്റ് കൊണ്ട് ചെയ്താൽ മതി. സോ നമ്പർ ഓഫ് റൂളിങ്സ് പെർ സെക്കൻഡ് റൂളിങ്സ് പെർ മീറ്റർ കിട്ടും. സോ ഇഫ് എൻ ഡാഷ് ഈസ് നമ്പർ ഓഫ് റൂളിംഗ് പെർ മീറ്റർ, എൻ ഡാഷ് ഇൻറ്റു ബി പ്ലസ് സി ഈക്വൽ ടു 1. അപ്പം നമ്മൾ ബി പ്ലസ് സി ഈക്വൽ ടു എൻ ഡാഷ് 1/b പ്ലസ് സി ഈക്വൽ ടു എൻ ഡാഷ് കൊടുത്താൽ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു എൻ ഡാഷ് എൻ ലാംഡ എന്ന് കിട്ടും. സോ ഇങ്ങനെ നമുക്ക് ലാംഡ കണ്ടുപിടിക്കാം. ലാംഡ ഈസ് ഈക്വൽ ടു സൈൻ തീറ്റ ബൈ എൻ ഡാഷ് എൻ എന്ന് കണ്ടുപിടിക്കാവുന്നതാണ്. സോറി, ഞാൻ നേരത്തെ പറഞ്ഞാൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഞാനിവിടെ എൻ ഈസ് ഈക്വൽ ടു ടോട്ടൽ നമ്പർ ഓഫ് ലൈൻസ് എന്നാണ് പറഞ്ഞത്, അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് സ്ലിറ്റ്സ് പെർ മീറ്റർ എന്നാണ് പറഞ്ഞത്, വിച്ച് ഈസ് നോട്ട് ദ കേസ്. ദിസ് ഈസ് ടോട്ടൽ നമ്പർ ഓഫ് ലൈൻസ് ഓർ സ്ലിറ്റ്സ് ആണ്. ദിസ് ഈസ് ടോട്ടൽ നമ്പർ ഓഫ് സ്ലിറ്റ്സ്. Okay, this is total number of slits per meter illa. This is total number of slits. Okay, so n is total number of slits. അതേപോലെ ഇവിടെ n dash എന്ന് പറയുന്നത് റൂളിങ്സ് പെർ മീറ്റർ ആണ്, അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് സ്ലിറ്റ്സ് പെർ മീറ്റർ ആണ്. സോ ദിസ് ഈസ് n dash. Okay, where n dash is റൂളിങ്സ് പെർ മീറ്റർ ആണ്, എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് റൂളിങ്സ് ആണ്. ഓക്കെ,
or rulings. Okay. ഇതേപോലെ നമുക്ക് റിസോൾവിംഗ് പവർ ഓഫ് പ്രിസം ചെയ്യാം. ഇതും ഇതേപോലെ തന്നെ എന്താണ് റിസോൾവിംഗ് പവർ എന്ന് പറയാം. ദ കപ്പാസിറ്റി ടു ഫോം സെപ്പറേറ്റ് സ്പെക്ട്രൽ ലൈൻസ് ഓഫ് ടു വേവ് ലെങ്ത്സ് വിച്ച് ആർ വെരി ക്ലോസ് ടു ഈച്ച് അതർ അല്ലേ. അപ്പം രണ്ട് ക്ലോസ് ആയിട്ടുള്ള ലൈൻസിനെ ഓക്കെ. അപ്പം ഒരു പ്രിസം എന്താ ചെയ്യുക? പ്രിസം എന്ന് പറയുന്നത് വൈറ്റ് ലൈറ്റിനെ ഡിസ്പേഴ്സ് ചെയ്തിട്ട് കളർഫുൾ ആയിട്ടുള്ള മീൻസ് 7 കളേഴ്സിനെ നമുക്ക് തരും, ശരിയല്ലേ? അപ്പോൾ അതിൽ 7 കളറിലുള്ള 2 കളറുകളെ തമ്മിൽ വ്യക്തമായിട്ട് കാണിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് അതിൻ്റെ റിസോൾവിംഗ് പവറുമായി ബന്ധപ്പെട്ടത്, ശരിയല്ലേ? എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ കപ്പാസിറ്റി ഓഫ് പ്രിസം ടു സെപ്പറേറ്റ് ടു spectral lines of two wavelengths which are very close to each other, ശരിയല്ലേ? അപ്പോൾ ഒരു 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 ലൈറ്റ് വരുന്നുണ്ട്, വൈറ്റ് ലൈറ്റ് വരുന്നുണ്ട്. അതിൽ ലാംഡ പ്ലസ് ഡി ലാംഡയും ആണ് ലൈറ്റ് ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രിസം അതിനെ ലാംഡ വേവ് ലെങ്ത്തും ലാംഡ പ്ലസ് ഡെൽ ലാംഡ എന്നുള്ള വേവ് ലെങ്ത്തുമായിട്ട് മാറ്റും, ശരിയല്ലേ? അങ്ങനെയാവുമ്പം നമുക്ക് 2 ലൈൻസ് കിട്ടും, നീല കിട്ടും, ചുവപ്പും കിട്ടും, ശരിയല്ലേ? അപ്പോൾ ഇവിടെയുള്ള റിസോൾവിംഗ് പവർ എന്ന് പറയുന്നത് ലാംഡ ബൈ ഡെൽ ലാംഡയാണ്. ഓക്കെ, ലാംഡ ബൈ ഡെൽ ലാംഡ. അപ്പം ദിസ് ക്യാൻ ബി ഡിഡ്യൂസ് ടു ബി, ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ തൽക്കാലം നോക്കുന്നില്ല. എൻ എന്ന് പറയുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. എൻ ഈസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഓക്കെ. ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെങ്ത് ഓഫ് ദ ബേസ് ഓഫ് ബേസ് ഓഫ് പ്രിസം. അപ്പോൾ ഇതാണ് ടി. അങ്ങനെയാണെങ്കിൽ ആർ ബൈ ഡെൽ ലാംഡ ഈസ് ടി ബൈ ഡി എൻ ബൈ ഡി ലാംഡ. എൻ എന്ന് പറയുന്നത് വേവ് ലെങ്ത്തിനുള്ള ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനുള്ള ചേഞ്ച് ആണ്. അപ്പോൾ നമ്മൾ ലാംഡ ബൈ ഡെൽ ലാംഡ എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം ഓരോ ലാംഡയുള്ള കളറും ലൈറ്റിന്റെ കളറും അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിഫറെൻ്റ് ആവും. സോ ലാംഡ ഈസ് പ്രൊപ്പോർഷണൽ ടു എൻ ആണ്. സോ ദിസ് വിൽ ബി ലാംഡ ബൈ ഡെൽ ലാംഡ ഈസ് ഈക്വൽ ടു ടി ഇൻറ്റു ഡി എൻ ബൈ ഡി ലാംഡ എന്ന് വരും. ഓക്കെ, ഇതാണ് റിസോൾവിംഗ് പവർ ഓഫ് പ്രിസം. രണ്ടിനും ഒരേ ഡെഫിനിഷൻ ആണ്. ഇറ്റ് ഈസ് ദ പവർ ഓഫ് ഡിസ്റ്റിങ്വിഷിംഗ് ടു നിയർ ബൈ സ്പെക്ട്രൽ ലൈൻസ് ആൻഡ് ഇറ്റ് ഈസ് മാത്തമാറ്റിക്കലി ഈക്വൽ ടു ലാംഡ ബൈ ഡെൽ ലാംഡ. ഓക്കെ, അപ്പം നമ്മളുടെ പ്രിസത്തിന്റെ കേസിലാണെങ്കിൽ മറ്റേ ഗ്രേറ്റിങ്ങിന്റെ കേസിലാണെങ്കിൽ എൻ ഇൻറ്റു എൻ ആണ്. എൻ എന്ന് പറയുന്നത് ചെറിയ എൻ എന്ന് പറയുന്നത് ഓർഡർ ആണ്. ചെറിയ എൻ ഈസ് ഓർഡർ ആൻഡ് വലിയ എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് സ്ലിറ്റ്സ് ആണ്. ഓക്കെ, അതേപോലെ പ്രിസത്തിന്റെ കേസിലാണെങ്കിൽ റിസോൾവിംഗ് പവർ ഈസ് ഈക്വൽ ടു സെയിം ഇക്വേഷൻ, സെയിം ഡെഫിനിഷൻ. ഓക്കെ, ഇക്വേഷൻ മാത്രം ഒന്ന് മാറും. ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് ടി എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദ ബേസ് ഓഫ് ദ പ്രിസം ആണ് ഇൻറ്റു ഡി എൻ ബൈ ഡി ലാംഡ വെർ എൻ ഈസ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അങ്ങനെ ഈ ചാപ്റ്റർ കഴിഞ്ഞു. അപ്പം ഞാൻ നിങ്ങൾക്ക് തന്ന ഗൈഡിൽ ഇതിൻ്റെ പ്രോബ്ലംസ് ഉണ്ട്. വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള പ്രോബ്ലംസ്. ഗ്രേറ്റിങ്ങിൻ്റെ നോർമൽ ഇൻസിഡൻസിലുള്ള ഈക്വേഷനൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. ഇത് അതേപടി പ്രോബ്ലമായിട്ട് ചോദിക്കാറുണ്ട്. ഓക്കെ, ഇവിടെ എൻ ഡാഷ് എന്ന് പറയുന്ന നമ്പർ ഓഫ് റൂളിങ്സ് പെർ മീറ്റർ ആണ്, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, റിസോൾവിംഗ് പവർ എന്താണെന്ന് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പം അതൊക്കെ ശ്രദ്ധിക്കുക. നിങ്ങൾ ടെക്സ്റ്റ് നോക്കിയെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രോബ്ലംസ് കാണാം. എല്ലാ ചാനലും ഉണ്ട്. അതൊന്ന് നോക്കുന്നത് നല്ലതാവും. ഓക്കെ, അപ്പം ഇവിടെ ഉണ്ട്. ഇവിടെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് എന്താ? ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ദ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് ആണ്. ഓക്കെ, നമുക്ക് തന്ന എന്താ? എൻ ഡാഷ്